നമസ്കാരം. യുദ്ധം ജയിക്കുന്നവർ ആരെന്ന് തീരുമാനിക്കുന്നത് വെറും സൈനിക ശക്തി മാത്രമല്ല, വാസ്തവം ആരുടെ പക്ഷത്താണ് എന്നത് കൂടിയാണ്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ പുതിയ അധ്യായത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഓരോ അവകാശവാദവും ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഓരോ പ്രതികരണവും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യം രൂപപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു വലിയ ചോദ്യമാണ് ഉയരുന്നത്: യുദ്ധഭൂമിയിൽ അമേരിക്ക ശക്തമായാലും രാഷ്ട്രീയമായി ട്രംപ് പിന്നോട്ട് പോവുകയാണോ? ആദ്യം യാഥാർത്ഥ്യത്തിൽ നിന്ന് തുടങ്ങാം. ട്രംപ് പറഞ്ഞതുപോലെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണ നിയന്ത്രണത്തിൽ എന്ന അവകാശവാദം നിലനിൽക്കുന്നുണ്ട്. യാഥാർത്ഥ്യം മറിച്ചു പറയുന്നു. ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുകയും കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഹോർമൂസിൽ ഇല്ല എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് ട്രംപിന്റെ വാക്കുകളും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ പൊരുത്തക്കേടാണ്. ഇതിനിടയിലാണ് മറ്റു രാജ്യങ്ങൾ എന്തു ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ അമേരിക്കയ്ക്ക് ഇനി സാധിക്കില്ല എന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റസത്ത് തലായിനി പ്രതികരിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട യുഎസിന്റെ പുതിയ നിർദ്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം ഉണ്ടായത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് എസ്സിഒയിലെ അംഗരാജ്യങ്ങളുമായി പ്രതിരോധ സൈനിക ശേഷി പങ്കിടാൻ ഇറാൻ തയ്യാറാണ്. നിയമവിരുദ്ധവും യുക്തിരഹിതവുമായ ആവശ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നും റസത്ത് തലായിനി പറഞ്ഞു. ഇറാന് നേർക്കുള്ള ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിനു പിന്നാലെ ആഗോള വാണിജ്യ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് ആഗോളതലത്തിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇത് സമാധാന ചർച്ചകളിൽ ഇറാന് മേൽക്കൈ നേടിക്കൊടുക്കുന്ന തരത്തിലേക്ക് വഴിവെച്ചു. ആണവ പദ്ധതിയുടെ കാര്യത്തിൽ കരാറാകാതെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്നാണ് ഇറാന്റെ പക്ഷം. മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴി ഇക്കാര്യം യുഎസിനെ അറിയിച്ചിട്ടുമുണ്ട്. ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം യുഎസ് അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായേക്കില്ല എന്നാണ് വിവരം. ആണവ പദ്ധതി ഇറാൻ പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നതാണ് സ്ഥിരമായ വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. ഹോർമൂസ് കടലിടുക്കിന് മേൽ സമ്പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ഇറാന്റെ ആവശ്യത്തെ ട്രംപ് അംഗീകരിക്കുന്നതുമില്ല. ശാശ്വത സമാധാന കരാറിനായി ഏപ്രിൽ 11, 12 തീയതികളിൽ ഇറാന്റെയും യുഎസിന്റെയും പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്തിയ ചർച്ച പരാജയപ്പെടാൻ കാരണം ട്രംപിന്റെ ഈ നിലപാടായിരുന്നു. ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതാണ് കരാറിന് തടസ്സമായതെന്ന് ചർച്ചയിൽ യുഎസ് പ്രതിനിധി സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഇറാൻ തുറമുഖത്തേക്ക് പോക്കുവരവ് നടത്തുന്ന കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിൽ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുകയാണ്. ഇതിലും പ്രധാനമായി യുദ്ധത്തിന്റെ തന്ത്രപരമായ ലക്ഷ്യം ഹോർമൂസ് തുറക്കുക ഇന്നും കൈവരിച്ചിട്ടില്ല. അമേരിക്കയുടെ നാവിക ഉപരോധവും ആക്രമണങ്ങളും തുടരുമ്പോഴും കടലിടുക്ക് ഇപ്പോഴും ഭീഷണിയിലാണ്. അത്രമേൽ ഗുരുതരമായ സാഹചര്യമാണ് പൂർണ്ണമായും മൈനുകൾ നീക്കാൻ 6 മാസം വരെ വേണ്ടിവരുമെന്ന പെന്റഗൺ തന്നെ വിലയിരുത്തുമ്പോൾ പുറത്തുവരുന്നത്. അതായത് യുദ്ധം ആരംഭിച്ച പ്രധാന ലക്ഷ്യം പോലും ഇപ്പോഴും കൈവരിക്കാത്തത് പരാജയത്തിന്റെ സൂചനയായി കാണാമോ? ഇവിടെ ഇറാന്റെ വാദം ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളാണ് സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമായത് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ നിലപാട്. ഇത് വെറും ആരോപണമല്ല. യാഥാർത്ഥ്യത്തിൽ ചർച്ചകൾ തകർന്നതും തുടർന്ന് അമേരിക്ക തന്നെ ഉപരോധം ശക്തമാക്കിയതും തെളിവാണ്. അതായത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുവെങ്കിലും അത് നഷ്ടപ്പെടുത്തിയത് അമേരിക്കയാണെന്ന നെറേറ്റീവ് ശക്തമാവുകയാണ് ഇവിടെ. സാമ്പത്തിക രംഗത്തും അതേ ചിത്രം തന്നെയാണ്. ലോകത്തിലെ ഏകദേശം 20% എണ്ണ ഗതാഗതം നടക്കുന്ന ഹോർമൂസ് തടസ്സപ്പെട്ടതോടെ എണ്ണവില കുത്തനെ ഉയർന്നു. യുദ്ധം നീണ്ടു നിൽക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കൂടാതെ കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞത് യുദ്ധം നിയന്ത്രണത്തിലല്ല, മറിച്ച് അസ്ഥിരതയിലാണ് എന്നതിനുള്ള തെളിവാണ്. അതേസമയം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു നെറേറ്റീവ് ഇറാൻ തകർച്ചയിലാണ്. ഇതും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാൻ ഇപ്പോഴും ഹോർമൂസിൽ സൈനിക നിയന്ത്രണം നിലനിർത്തുന്നുണ്ടെങ്കിൽ, കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തകർച്ചയല്ല, മറിച്ച് പ്രതിരോധ ശേഷിയാണ്. ഇതോടെ ഇറാൻ പറയുന്ന ഞങ്ങൾ വഴങ്ങുന്നില്ല എന്ന വാദത്തിന് കൂടുതൽ ഭാരം ലഭിക്കും. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇതൊരു നിർണായക ഘട്ടമാണ്. ട്രംപ് ശക്തമായ പ്രസ്താവനകൾ നടത്തി യുദ്ധം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറിച്ചാണ്. യുദ്ധം നീളുന്നു, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നില്ല, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വർദ്ധിക്കുന്നു. ഇതെല്ലാം ചേർന്നാൽ ഇത് സൈനിക പരാജയമല്ല എങ്കിലും രാഷ്ട്രീയ പരാജയത്തിന്റെ തുടക്കമാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന ഘട്ടമാണ്. ഈ സംഘർഷം ഒരു വ്യക്തമായ സന്ദേശം കൂടി നൽകുന്നുണ്ട്. പ്രചരണവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വ്യക്തമാകുമ്പോൾ യുദ്ധം ആരുടെ കൈവശമാണ് എന്ന് ലോകം തിരിച്ചറിയാൻ തുടങ്ങും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപിന്റെ വാക്കുകളെക്കാൾ ഇറാന്റെ നിലപാടുകൾക്കാണ് യാഥാർത്ഥ്യത്തിന്റെ അടിത്തറ കൂടുതൽ ഉള്ളത് എന്ന വിലയിരുത്തൽ ഇതോടെ ശക്തമാവുകയാണ്.